ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ സുരക്ഷാ സേനയും തീവ്രവാദികളും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ കുറഞ്ഞത് 8 ജവാന്മാർക്ക് പരിക്കേറ്റതായി അധികൃതർ അറിയിച്ചു. കിഷ്ത്വാറിലെ ഛത്രൂ പ്രദേശത്ത് ഞായറാഴ്ച സുരക്ഷാ സേന തീവ്രവാദികളുടെ സാന്നിധ്യത്തിനെതിരെ ഓപ്പറേഷൻ ആരംഭിച്ചതിനെ തുടർന്നാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. നിലവിൽ ഒരു ഓപ്പറേഷൻ നടക്കുന്നുണ്ടെന്ന് ജമ്മു കാശ്മീർ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഭീകരവിരുദ്ധ പ്രവർത്തനം പുരോഗമിക്കുന്നതിനനുസരിച്ച് സുരക്ഷാ സേന സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കിഷ്ത്വാറിലെ വനമേഖലയിൽ ഒളിച്ചിരിക്കുന്ന ഭീകരരെ തുരത്താൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ ട്രാഷി എന്ന സൈനിക നീക്കത്തിനിടെയാണ് വെടിവയ്പുണ്ടായത്. പരിക്കേറ്റ സൈനികരെ ഉടനടി ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ മുഹമ്മദ് ഗ്രൂപ്പിൽപ്പെട്ടവരാണെന്ന് ആരോപിക്കപ്പെടുന്ന ചില തീവ്രവാദികൾ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നതായി സുരക്ഷാ സേനയ്ക്ക് പ്രാഥമിക വിവരം ലഭിച്ചിരുന്നു. വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച ഉച്ചയോടെയാണ് അവർ ഓപ്പറേഷൻ ആരംഭിച്ചത്. ജമ്മു ആസ്ഥാനമായുള്ള ഇന്ത്യൻ ആർമി യൂണിറ്റായ വൈറ്റ് നൈറ്റ് കോർപ്സ് സൈനിക പ്രവർത്തനത്തിന് ഓപ്പറേഷൻ ട്രാഷി 1 എന്ന് പേരിട്ടു. തിരച്ചിൽ ശക്തമാക്കിയപ്പോൾ തിരച്ചിൽ സംഘങ്ങളിൽ 1, 2, 3 പേരടങ്ങുന്ന ഒരു ഭീകര സംഘത്തെ കണ്ടെത്തി. അവർ വിവേചനരഹിതമായി വെടിയുതിർക്കുകയും വലയം ഭേദിക്കാൻ ശ്രമിക്കുന്നതിനായി കുറച്ച് ഗ്രനേഡുകൾ എറിയുകയും ചെയ്തു. സൈന്യം തിരിച്ചടിച്ചു. സൈന്യം, സെൻട്രൽ റിസർവ് പോലീസ് എന്നിവരിൽ നിന്നുള്ള കൂടുതൽ സേനയെ വളഞ്ഞു. ഇരു വിഭാഗങ്ങളും തമ്മിൽ കുറച്ചുനേരം ഇടയ്ക്കിടെ വെടിവെയ്പ് നടന്നതായി ചില സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി PTI റിപ്പോർട്ട് ചെയ്തിരുന്നു. വെടിവെയ്പ്പിനെ തുടർന്ന് 8 സൈനികർക്കാണ് പരിക്കേറ്റത്. തുടർന്ന് അവരെ ആശുപത്രിയിലേക്ക് മാറ്റി. വൻതോതിലുള്ള തിരച്ചിൽ പ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുന്നതിനും വേഗത്തിലാക്കുന്നതിനുമായി ഡ്രോണുകൾ, സ്നിഫർ നായ്ക്കൾ എന്നിവയുൾപ്പെടെയുള്ള നൂതന നിരീക്ഷണോപകരണങ്ങൾ അധികാരികൾ സേവനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജമ്മു കാശ്മീർ പോലീസുമായി ചേർന്ന് നടത്തിയ സംയുക്ത ഭീകരവിരുദ്ധ അഭ്യാസങ്ങളുടെ ഭാഗമായി നടത്തിയ ബോധപൂർവമായ തിരച്ചിലിനിടെ ചാട്രോവിന്റെ വടക്കുകിഴക്കുള്ള സോനാർ പ്രദേശത്തെ പൊതുമേഖലയിൽ സുരക്ഷാ സേന തീവ്രവാദികളുമായി ബന്ധപ്പെട്ടതായി വൈറ്റ് നൈറ്റ് കോർപ്സ് എക്സിലെ ഒരു പോസ്റ്റിൽ പരാമർശിച്ചു. സിവിൽ ഭരണകൂടവുമായും സുരക്ഷാ ഏജൻസികളുമായും അടുത്ത ഏകോപനത്തോടെ കൂടുതൽ സേനയെ വിന്യസിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും സൈന്യം വ്യക്തമാക്കി. ഈ വർഷം ജമ്മു മേഖലയിൽ നടക്കുന്ന 3ാമത്തെ ഏറ്റുമുട്ടലാണിത്. നേരത്തെ ജനുവരി 7-നും ജനുവരി 13-നും കത്വ ജില്ലയിലെ കഹോക്, നജോട്ട് വനങ്ങളിൽ സുരക്ഷാ സേന തീവ്രവാദികളുമായി ഏറ്റുമുട്ടിയിരുന്നു. റിപ്പബ്ലിക് ദിനം അടുത്തുവരവെ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഹാൻഡ്ലറുകൾ കൂടുതൽ തീവ്രവാദികളെ നുഴഞ്ഞുകയറാൻ വീണ്ടും ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന ഇന്റലിജൻസ് വിവരങ്ങളെ തുടർന്ന് മേഖലയിലുടനീളം പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.